റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വളരെ നല്ല രീതിയിൽ പ്രവാചകനെ നല്ല മനസാന്നിധ്യത്തോടുകൂടി കണ്ടപ്പോ, അഥവാ പ്രവാചക പുങ്കവന്റെ മനസ്സ് തിളങ്ങി നിൽക്കുന്നതാകുന്ന സന്ദർഭത്തിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഉദുല്ലാഹ ലീ, നബിയേ നബിയേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ റസൂലേ. നല്ലൊരു ചരിത്രമാണ്, കേൾക്കളെ നിങ്ങൾ. സ്വന്തം ഭർത്താവിനോട് ഭാര്യ പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ഇരക്കണം. ഭർത്താവ് നല്ല സന്ദർഭമാണ്. ഇപ്പോൾ നമ്മൾ പറയല്ലോ, ഭർത്താവ് ദേഷ്യമൊന്നും ഇല്ലാതെ നല്ല മനസാന്നിധ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ, നബി എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും നമുക്ക് തോന്നും ഇപ്പൊ നല്ല സമയമാണ് കേട്ടോ എന്ന് തോന്നുന്ന ഒരു സമയമുണ്ട്. പെണ്ണുങ്ങൾ അങ്ങനെ ചില സമയത്ത് പതുക്കെ ഹിക്മത്തിൽ എന്തെങ്കിലും ചോദിച്ചിട്ടെടുക്കും. നമുക്ക് പതുക്കെ ലുലുമാളിലൊന്ന് പോയാലോ എന്ന് പറഞ്ഞ ആ സമയത്തായിരിക്കും ചോദിക്കാം, എനിക്കൊരു ഷവർമ കഴിക്കാൻ കൊതിയുണ്ട്, ഇക്ക വാങ്ങിച്ചു തരാവോ? വാങ്ങിച്ചു തരാം. പിറ്റേ ദിവസം ഇക്ക കഴിച്ചിട്ട് വന്നിട്ട് കൈ മണത്തിച്ചു വരും. റാഹത്തല്ലേ? അതാണ് അവസ്ഥ. അല്ലാഹു ആക്കട്ടെ. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്നും പലരും വിളിച്ചിട്ട് അങ്ങനെ കംപ്ലൈന്റ് തന്നവരുണ്ട്. അല്ലാഹു ആക്കട്ടെ. ഇന്നും വിളിച്ചിട്ട് സഹോദരിമാര് കംപ്ലൈന്റ് തന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ. ഞാൻ ആളുടെ നാടും പേരും ഒന്നും പറയുന്നില്ല. ഒരുപാട് ആളുകൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഏത് 20-25 വയസ്സുള്ളതാകുന്ന യുവതികളുടെ കാര്യമല്ല ഈ പറയുന്നത്. 40-50 വയസ്സ് കഴിഞ്ഞതാകുന്ന പ്രായം ചെന്നതാകുന്ന സഹോദരിമാര് വരെ സ്വന്തം ഭർത്താവ് തന്റെ വീട്ടിൽ മാന്യമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നില്ല, മാന്യമായ രീതിയിൽ വസ്ത്രം കൊടുക്കുന്നില്ല, മാന്യമായ രീതിയിൽ വീട്ടിലുള്ളതാകുന്ന ആളുകൾക്ക് വേണ്ടുന്നതാകുന്ന സൗകര്യങ്ങൾ ചെയ്യുന്നില്ല. മുസ്ലിമാണ് പേര്, മുഅ്മിൻ എന്നാണ് പേര്. ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാസ്പോർട്ടിലും ഒക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ മുഅ്മിൻ എന്ന് പേരിട്ടവനാണ്. നാട്ടുകാരുടെ മുന്നിൽ വലിയ സംഭാവനകൾ നടത്തുന്നവനാണ്. പള്ളിയിൽ എഴുതിയെത്തുന്നിട്ട് ഉസ്താദ് 5000-10,000 ഞാൻ നൽകാമെന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങളുടെ പെരുമറകൾ ഗരിമം നൽകാൻ വേണ്ടി സമൂഹത്തിന്റെ മുന്നിൽ അത്തരത്തിലൊക്കെ കൊടുക്കുന്ന ആളുകളാണ്. സമൂഹത്തിൽ അറിയപ്പെടുന്നതാകുന്ന വ്യക്തിത്വങ്ങളാണ്, വലിയ കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണ്. പക്ഷെ സ്വന്തം വീട്ടിൽ വരുമ്പോ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് പോക്കറ്റിൽ കിടക്കുന്നു. സ്വന്തം വീട്ടിൽ മാന്യമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നില്ല. വർഷത്തിലൊരിക്കലല്ല, മാസത്തിലൊരിക്കൽ പോലും വേണ്ടുന്നതാകുന്ന രീതിയിലുള്ളതാകുന്ന ഭക്ഷണങ്ങൾ തന്റെ കുടുംബത്തിന് നൽകാത്തതാകുന്നതാകുന്ന ഭർത്താക്കന്മാർ എങ്ങനെ മുഅ്മിനാകും? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിന്റെ കുടുംബത്തിന് മാംസാഹാരം കൊടുക്കണമെന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ടതാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ വ്യക്തമാക്കിയതാകുന്ന മദ്ഹബിന്റെ അനുയായികളാകുന്ന നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് മുഅ്മിനാണ് നീ? പിന്നെന്ത് മുസ്ലിമാണ് നീ? മുഅ്മിൻ എന്ന് പേരിട്ട് കിടക്കാൻ ലജ്ജയില്ലേ നിനക്ക്? കുഫ്രിയത്തിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നീ ആരിൽ നിന്ന് പഠിച്ചതാണ്? തീർച്ചയായിട്ടും ഒഴിവാക്കണം. അത് വർജിക്കേണ്ട സ്വഭാവമാണ്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണത ഉണ്ടാകാൻ പാടില്ല. ഹോട്ടലിൽ പോയി സുഭിക്ഷമാകുന്ന ഭക്ഷണം കഴിച്ചിട്ട്, ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പൊതി വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചിട്ട് തന്റെ കുടുംബത്തെ കൊണ്ടുവന്ന് കൈമടത്തിക്കുന്നതാകുന്ന ഏറ്റവും വലിയ കപടത്തിൻ്റെതാകുന്ന മുഖപടം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. നിനക്കെന്താ മാസത്തിലൊരിക്കൽ മാന്യമായ രീതിയിൽ ഭക്ഷണം നിന്റെ കുടുംബത്തിൽ കൊടുത്താൽ, ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്താൽ പടച്ചറപ്പ് നിനക്കതിനുള്ള സൗഭാഗ്യം നൽകിയിട്ടില്ലേ? പാവപ്പെട്ടവന്റെ കാര്യമല്ല ഈ പറയുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഈ ലോക്ക്ഡൌണിന്റെ വേളയിൽ പ്രയാസപ്പെടുന്നതാകുന്ന വിശ്വാസികളുടെ കാര്യമല്ല ഈ പറയുന്നത്. മറിച്ച് വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് കടകളും കമ്പോളങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് അതിൽ നിന്നുള്ള വാടകളും മറ്റുമൊക്കെ കരഗതമാക്കി ജീവിതം മുഴുവനും കെട്ടിപ്പുറപ്പെടുവിക്കുന്ന ഒരുപാട് സാമ്പത്തികമാകുന്ന മേഖലയിലുള്ളതാകുന്ന സഹോദരങ്ങൾ അവരുടേതാകുന്ന കുടുംബിനികളുടേതാകുന്ന വ്യസനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്നതാകുന്ന കഥനകഥകൾ. ഭർത്താവ് ഗൾഫിൽ കടന്ന് വിലസുകയാണ്, തന്റെ ഭാര്യ നാട്ടിലൂടെ വിഷമിക്കാൻ തെണ്ടുകയാണ്, യാചിക്കുകയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ യാചിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ലോൺ എടുക്കാണ് ബാങ്കിൽ, സ്വന്തം ആഭരണം കൊണ്ടുപോയി പണയം വെക്കാൻ. ഭർത്താവ് പറയും കൊണ്ടുവച്ചോ. മാസം കൃത്യമായിട്ട് ശമ്പളം അയച്ചുകൊണ്ടിരുന്ന ഭർത്താവ് വർഷങ്ങളായിട്ട് 5 കൊല്ലമായി 10 കൊല്ലമായി ഗൾഫിൽ പോയിട്ട് ആദ്യം കൃത്യമായിട്ട് അയച്ചിരുന്നതാണ്. പിന്നെ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം മറ്റുള്ളൊരു ഭാര്യയെ തേടിപ്പിടിക്കാൻ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയുടെ പടച്ചറബ് 2-3 മക്കളെ പ്രസവിച്ചവ്. നിനക്ക് വേണ്ടി പടച്ചറബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മക്കളെ, ആ കൺമണികളെ മറന്നിട്ട് ഗൾഫിലുള്ളതാകുന്ന മദാമ്മമാരോടൊപ്പം സുഖിക്കാൻ വേണ്ടി കഴിയുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭർത്താക്കന്മാർ, നാളെ മരണമുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. നിനക്കും ഖബറുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. നിനക്കും മഹ്ശറയുണ്ട് എന്നുള്ള ബോധമുണ്ടാകണം. അതുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ തയ്യാറാകൻ. സ്വന്തം ഭാര്യയും കുടുംബത്തെയും സംതൃപ്തിപ്പെടുത്താത്തവൻ
ലോകത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരെന്നറിയുമോ? തീർച്ചയായിട്ടും കുടുംബത്തെ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തുന്നവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കുടുംബത്തോട് മാന്യമായ രീതിയിൽ പെരുമാറണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വസ്ത്രം നൽകണം, അവർക്ക് വേണ്ടുന്നതാകുന്ന സൗകര്യങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കുന്ന സർവ്വതും നീ കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ ഇതാ സ്കൂൾ തുറക്കപ്പെടാൻ അവർക്ക് വേണ്ടുന്ന പുസ്തകങ്ങൾ, അവർക്ക് വേണ്ടുന്നതാകുന്ന ഡ്രസ്സുകൾ, എന്തെല്ലാം വേണമോ. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ചിലർക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് മീഡിയയുടെ മുന്നിൽ വന്നുകൊണ്ട് നിലകൊള്ളണമെന്നാണ്, ക്ലാസ്സിൽ വന്നുകൊണ്ട് നിലകൊള്ളണമെന്നാണ് പല സ്കൂളുകളും അവരുടേതാകുന്ന നയങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആയിക്കോട്ടെ, എങ്കിൽ ആ രീതിയിൽ അവർക്ക് നല്ല വസ്ത്രം കൊടുക്കണം, യൂണിഫോമിനുള്ള സൗകര്യം ചെയ്യണം. ഞാനിതൊന്നും കൊടുക്കൂല എന്ന് പറഞ്ഞ് പണമുള്ള ആളുകൾ തന്നെ പിന്തി നിൽക്കാൻ പാടില്ല. തന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തെ പട്ടിണിക്കിടാൻ പാടില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമല്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. ഇസ്ലാം ഒരു കുടുസായ മതമല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിടാൻ വേണ്ടി ഉള്ളവനോട് പറഞ്ഞ മതമല്ല. മാന്യമായ രീതിയിൽ വസ്ത്രവും ഭക്ഷണവും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല. സമൂഹത്തിൽ ഒരുപാട് സഹോദര സഹോദരിമാർ വ്യസനിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. ആരോട് പറയും അവരുടെ വിഷമങ്ങൾ പറയാൻ ഒരു സ്ഥലം നിങ്ങൾ കാണിക്കും. ഈ റുഹൈ ബയാന്റെ ഈ മഹനീയമായ സംഗമത്തിൽ കുമ്മനം ഉസ്താദ് ദുആ ചെയ്യണം. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് റാഹത്തായ നല്ല ജീവിതം ഉണ്ടാവണം, അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവണം, അവർ ഞങ്ങളെ പോറ്റി വളർത്തണം, ഞങ്ങളുടെ ജീവിതം റാഹത്താക്കണം. എൻ്റെ മക്കളുടെ പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോടൊപ്പമുള്ള ജീവിതം തന്നെ മതി എനിക്ക്. അന്യപുരുഷനോടൊപ്പം ബന്ധം വെച്ചിരുന്നതാകുന്ന ഭർത്താവിനെ പോലും അവർ പറയുന്നത് പ്രശ്നമല്ല. എൻ്റെ ഇച്ഛയെ തന്നെ എനിക്ക് കിട്ടിയാൽ മതി, അദ്ദേഹത്തെ തന്നെ മതി. കാരണം എൻ്റെ മക്കൾ പിതാവാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ഞാൻ ജീവിതത്തിൽ ആകെ എന്റെ ശരീരം പങ്കിട്ടിട്ടുള്ളത് അദ്ദേഹത്തെ മാത്രമായിട്ടാണ്. അതുകൊണ്ട് ആ ഭർത്താവല്ലാതെ മറ്റൊരു വ്യക്തിത്വത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉസ്താദ് അതിനുവേണ്ടി ദുആ ഇരക്കണം. അല്ലാതെ എനിക്ക് വേറൊരാളെ വേണ്ട, എന്റെ ഭർത്താവ് നശിച്ചു പോട്ടെ എന്നല്ല എന്റെ പ്രാർത്ഥന. എന്റെ ഭർത്താവ് അതിൽ നിന്ന് തെറ്റിൽ നിന്നൊക്കെ തിരിഞ്ഞ് നല്ല ഒരു ജീവിതം നയിക്കാൻ. വൈകിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് വാട്സാപ്പിൽ മറ്റുള്ളവരുമായിട്ട് സൊല്ലുകയാണ്, പരസ്യമായിട്ട് അശ്ലീലമായ സിനിമകൾ കണ്ടുകൊണ്ട് എന്റെ കൺമുന്നിൽ വെച്ച് കണ്ടിട്ട് ആ രീതിയിലുള്ള ബന്ധപ്പെടൽ നമുക്ക് നടത്തണമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുകയാണ്. യഹൂദവില്ല, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം കുട്ടികളടക്കം ഈ സദസ്സ് വീക്ഷിക്കുന്നത് കൊണ്ട് ഒരുപാട് ഉള്ളകറിലേക്ക് ഞാൻ കയറി ചെല്ലുന്നില്ല. അല്പം മതി ബോധമുള്ളതാകുന്ന പുരുഷന്മാരെ സംബന്ധിച്ച്, ബോധമുള്ള സഹോദരിമാരെ സംബന്ധിച്ച് ബോധവാന്മാരാകാൻ. അതുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനം നമുക്കുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. നല്ലൊരു ചരിത്രം കേൾക്കണം നമ്മൾ. സ്വന്തം ഭർത്താവിനോട് ഒരു ഭാര്യ പറയാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. കേൾക്കുക നിങ്ങൾ. അന്നുമ്മിൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീബ നഫ്സിൻ, അല്ലാഹുവിന്റെ റസൂൽ നല്ല മനസാന്നിധ്യത്തിൽ ഇരിക്കുന്നതായ ഒരു വേളയിൽ ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദനബിഹാ വമാ തഅഖറ മാ അസറത് വമാ അഅലനത്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി റസൂലുള്ള കൈകൾ ഉയർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി റസൂലുള്ള ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എൻ്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവൾ മുമ്പ് ചെയ്തിട്ടുള്ളതാകുന്ന പരസ്യമായും രഹസ്യമായി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. ഫളഹികതു ആയിഷതു, ഹദീസിൽ കാണാം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പുഞ്ചിരിക്കുകയാണ്. തീർന്നില്ല, ആ പുഞ്ചിരി എത്രത്തോളം എത്തിയെന്നോ, ഹത്താ സഖത റഅസുഹാ ഫീ ഹിജ്രിഹാ മിനൽ ലഹ്കി,
ചിരിയുടേതാകുന്ന കാഠിന്യത്താൽ ചിരിച്ച് ചിരിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സ്വന്തം മടിയിലേക്ക് തന്നെ തലവെക്കുകയാണ്. ചിരിച്ചിട്ട് ഇങ്ങനെ മടിയിൽ, സ്ത്രീകൾ അങ്ങനെയാണല്ലോ, ചിരിച്ചിട്ട് ചിരിച്ച് മണ്ണ് കപ്പാന്ന് പറയുന്നത് പോലെ സ്വന്തം മടിയിലേക്ക് തന്നെ അങ്ങ് വീണു ചിരിച്ചിട്ട്. ഹത്താ സഖത റഉസുഹാ ഫീ ഹിജ്രിഹാ മിനൽ ലഹ്കി, ചിരിച്ചിട്ട് ഇങ്ങനെ മടിയിലേക്ക് വീണു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പുഞ്ചിരിക്കുകയാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആ കേട്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത് എന്താ? ആയിഷ ബീവിക്ക് എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ, മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. മാ അസറത്ത് വമാ അഅലനത്, അവൾ പരസ്യമായി ചെയ്തത് രഹസ്യമായി ചെയ്തത് ഏതൊക്കെയാണോ അല്ലാഹുമ്മ ഗഫിർ ലഹാ മാ തഖദ്ദമ മിൻ ദനബിഹാ വമാ തഅഖർ, മുൻപ് ചെയ്തതും പിന്നെയും ചെയ്തിട്ടോ ഇനി ചെയ്യാനിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമാകുന്ന ഏതെല്ലാം രഹസ്യവും പരസ്യവുമാകുന്ന പാപങ്ങളുണ്ട് അതൊക്കെ പൊറുക്കണേ എന്ന് ഒരൊറ്റ ദുആ നബി കൊടുത്ത ദുആ. മാഷാ അല്ലാഹ്. അപ്പൊ ഇത് കേട്ടിട്ട് ആയിഷ ബീവിക്ക് വലിയ സന്തോഷം വന്നു. അങ്ങനെയാണല്ലോ ഭർത്താവ് ദുആരക്കാൻ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ നമസ്കാരമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ലോക്ക്ഡൌണിന്റെ വേളയാൻ ഇശാ നമസ്കരിക്കുന്ന ഒരുമിച്ച് ജമാഅത്തായിട്ട് ഭർത്താവ് ഇങ്ങനെ മലയാളത്തിൽ ദ്വാരക്ക് അല്ലാഹുവേ എൻ്റെ ഭാര്യയ്ക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ, ഭാര്യ പ്രസവം എടുത്തിരിക്കണം, അവൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ, അവൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അവൾ ഒരുപാട് ഭക്ഷണമൊക്കെ വെച്ച് തരുന്നതാണ്, നീ ഹൈറ് കൊടുക്കണേ അല്ലാ എന്നൊക്കെ നല്ല ബൂസ്റ്റ് ചെയ്ത് ദ്വാരക്കുമ്പോൾ അല്ലാഹ് ഭാര്യയ്ക്ക് നല്ല റാഹത്താവും. പിറ്റേ ദിവസം നല്ല റാഹത്തായിട്ട് ഭക്ഷണം ഒന്നുകൂടി കിട്ടും. ഇന്ന് ചമ്മന്തിപ്പൊടിയായിരുന്നെങ്കിൽ നാളെ കുഴിമന്തി റെഡിയാക്കി തരും. കാക്കാക്ക് എന്താ വേണ്ടത്, ചാക്ക് എന്താ വേണ്ടത്, വെള്ളമൊക്കെ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുതരും. മുമ്പ് തിരിഞ്ഞു നോക്കാത്ത സൈസായിരുന്നെങ്കിൽ വെള്ളം എല്ലാം കൊണ്ടുതരാണ്. എന്താ വെള്ളം വേണോ, ചായ കുടിച്ചോ, എന്ത് വേണമെങ്കിലും തരാം. നീ പത്രം വായിച്ചുകൊണ്ടിരിക്കണം, പത്രം വായിക്കുന്നതിനിടയിൽ നിനക്ക് ചായ, പത്രം കഴിച്ച് കഴിയുമ്പോൾ ബൂസ്റ്റ് ഇട്ടിട്ട് വീണ്ടും പാലിൻ്റെ വെള്ളം എല്ലാം കയറിയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതാ വീണ്ടും നല്ല ദോശയും നല്ല സാമ്പാറും വീണ്ടും കൊണ്ടുതരാൻ. അത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് നീ പ്രതീക്ഷിക്കാതെ തന്നെ ബിരിയാണി വെച്ച് തരാൻ. നിന്നോട് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ? നീ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ദുആയിരുന്ന മലയാളത്തിൽ. അങ്ങനെ വേണം, അങ്ങനെ ദുആരക്കണം. നമ്മൾ അവർക്ക് വേണ്ടി ദുആരക്കണം, അവർക്ക് വേണ്ടി വേറെ ആര് ദുആരക്കാരൻ? ഭാര്യയും ദുആരക്കണം. ഭർത്താവിന് വേണ്ടി ഗൾഫിൽ കിടക്കുന്ന ഭർത്താവാൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രിയതമന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദുആരക്കണം. ഇത് കേട്ടുകൊണ്ട് മക്കൾ വളരട്ടെ. മാതാപിതാക്കൾക്കിടയിലുള്ള ഈ സ്നേഹബന്ധം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹബന്ധം കണ്ടിട്ട് മക്കൾ വരട്ടെ. അതിനെന്തിനാ മടിക്കുന്നത്? അങ്ങനെ വേണം, ദുആ ചെയ്യണം. നമ്മൾ ശരിക്കും ദുആരക്കണം. എന്റെ ഭർത്താവിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. മണലാരണ്യത്തിൽ കടന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നീ സിഹത്ത് കൊടുക്കണേ അല്ലാ. എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം കഷ്ടപ്പെടുന്നത്. എല്ലാ കഷ്ടപ്പാടുകളും നീ അറുതി വരുത്തണേ അല്ലാ. അദ്ദേഹം ഡ്രൈവറാണ്, അവിടെ കമ്പനിയിൽ ജോലിയാണ്, വലിയ കഷ്ടപ്പാടുള്ള ജോലിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അല്ലാഹുവേ നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. ഡ്രൈവ് ചെയ്യുന്ന വേളയിൽ എല്ലാവിധ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇന്ന് വരെ പെങ്ങളെ നീ ദുആ ചെയ്തിട്ടുണ്ടോ? ഭർത്താവ് മാസത്തിൽ ഡ്രാഫ്റ്റ് അയച്ചു തരാതിരിക്കുമ്പോ കരയുന്ന പെങ്ങളെ, ഉസ്താദേ എനിക്ക് ഡ്രാഫ്റ്റ് അയക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ നീ അല്ലാതെ ആരാണുള്ളത്? നീ ദുആ ചെയ്യുമ്പോൾ മക്കളത് കേൾക്കുകയാണ്, മക്കളത് പഠിക്കുകയാണ്, അതനുസരിച്ചുകൊണ്ട് മക്കളും ദുആ ഇറക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ കുടുംബജീവിതം ഭദ്രമാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനിന് വേണ്ടി, അതൊരു ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ, അദൃശ്യ സമയത്തുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമേ, ഉത്തരം നൽകുമേ. തീർന്നില്ല, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനെ ദുആ ചെയ്യണം, അങ്ങനെ ദുആ ചെയ്യണം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ദുആ ചെയ്തപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, അയസുറുകി ആയിഷ, ആയിഷ ആയിഷ നിനക്ക് വലിയ സന്തോഷമായിട്ടുണ്ടോ ആയിഷ? എന്റെ പ്രാർത്ഥന നിനക്ക് സന്തോഷമുണ്ടാക്കിയോ? എന്റെ പ്രാർത്ഥന നിന്റെ മനസ്സിന് വല്ലാതെ ഹഠാത് ആകർഷിച്ചോ? എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? റസൂലുള്ളാഹി ചോദിക്കാൻ, അയസുറുകി ദുആഇ ആയിഷ, ആയിഷ എന്റെ ദുആ നിനക്ക് വലിയ ഇഷ്ടം വരുത്തിയോ? നീ ചിരിക്കാൻ അതാണ് കാരണമെന്ന് തോന്നുന്നു. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു അത്രേ, വമാലി ലാ യസുറിനി ദുആഉക യാ റസൂലല്ലാഹ്,
എന്റെ പ്രിയപ്പെട്ട പ്രിയതമാ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന റസൂലേ, തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താണ്? എനിക്ക് വലിയ ഇഷ്ടമായി പോയി തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോഴെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് ഈ നിലയ്ക്കുള്ള പ്രാർത്ഥന ഭർത്താവിൽ നിന്ന് ലഭിക്കലാണ്. നീ കൊടുക്കുന്നതാകുന്ന സൗഭാഗ്യത്തെക്കാൾ, നീ കൊടുക്കുന്ന വസ്ത്രത്തെക്കാൾ, നീ കൊടുക്കുന്ന മാംസത്തെക്കാൾ, നീ കൊടുക്കുന്ന വിലപിടിപ്പുള്ളതാകുന്ന വസ്ത്രങ്ങളെക്കാൾ, ആഭരണങ്ങളെക്കാൾ മൂല്യവത്തായിട്ടൊരു പെണ്ണ് കാണുന്നത് എന്തെന്നറിയുമോ? പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, പഠിച്ചു വെക്കണേ. ആ ഭാര്യയ്ക്ക് വേണ്ടിയുള്ളതാകുന്ന പ്രാർത്ഥനയാണ്, ആ ഭാര്യയ്ക്ക് വേണ്ടിയുള്ളതാകുന്ന നിതാന്ത ജാഗ്രതയാണ്. അവരുടെ സംരക്ഷണം മനസ്സിലാക്കിക്കൊണ്ട് നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം അതാണ്. നീ ഒന്ന് ചെയ്തു നോക്ക്. നാളെ മുതൽ ദ്വാരക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ ഒരുമിച്ച് നിസ്കരിക്കണം. ഈ ലോക്ക്ഡൌണിന്റെ വേളയിൽ ഇപ്പോഴും നീ പോയി കരിച്ചോ, ഞാൻ പിന്നെയും കരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെളിയിൽ പോയി 2 സിഗരറ്റൊക്കെ വലിച്ച് റാഹത്തായിട്ട് കറങ്ങിടക്കുന്ന ഹൈവാനാകരുത്. അങ്ങനത്തെ ഒരു ജാമൂസാകരുത്. നീ കൃത്യമായിട്ട് നിസ്കരിക്കണം. ആരോടൊപ്പം നിസ്കരിക്കണം? നിന്റെ ഭാര്യയോടൊപ്പം തന്നെ നിസ്കരിക്കണം. നിന്റെ മക്കളെയും വിളിച്ച് ഒരുമിച്ച് നിസ്കരിക്ക്. ഇത് തറാവീഹ് മാത്രമല്ല, ഇമാമും ജമാഅത്ത്, ദുഹറും അസറും മഗ്രിബും ഇശാവും ഇപ്പോഴും ഉണ്ട് വിത്തർ. നീ എന്താ മനസ്സിലാക്കി? വിത്തർ റമദാനി മാത്രമുള്ളതാണ്. വിത്തറൊക്കെ നിസ്കരിച്ചാൽ കിട്ടുന്ന മഹിമയൊക്കെ പറയാൻ തുടങ്ങിയ നേരം വെളുക്കും. അത്രയേറെ ശ്രേഷ്ഠതയുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പറയും. നമ്മുടെ ഈ റോഹേബായ മജ്ലിസിൽ സംസാരിക്കാതെ പോകുന്ന ഒരു വിഷയമില്ല. ചിലര് വിളിച്ചിട്ട് പറയും, ഉസ്താദേ ഇന്നതൊന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം, ഇന്നതിന്റെ മഹത്വം. ഇനി നമ്മളിവിടെ മലക്കുകളുടേതാകുന്ന പ്രാർത്ഥന ലഭിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ട് തീരുന്നില്ല. ഇവിടെ ആയത്തു ഹദീസ് ഓതിയിട്ട് എത്ര ദിവസമായി? ദിവസങ്ങളോളായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. ഇത് കടല് പോലെ കിടക്കല്ലേ ഇൽമെന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരുവോ? ഇതിനിടയിൽ നമുക്ക് അമലിന് സമയം വേണം. യാസീൻ ഓതണം, ഹദ്ദാദ് ഓതണം, ലാഹൗല എന്ന മഹനീയമായ ദിക്ർ ചൊല്ലി തീർക്കണം. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആഇന് വേണ്ടി പ്രത്യേകമായി നമ്മുടെ ഈ കുടുംബാദികൾ, റോഹേബായാനിലെ കുടുംബാദികൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം വരും. നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഇത് 2 ദിവസം കൊണ്ട് തീരുന്ന മജ്ലിസ് അല്ല. ഇതിൽ പ്രതിപാദിക്കാതെ പോകുന്ന ഒരു വിഷയം ഉണ്ടാവില്ല. എല്ലാം A to Z. ഒരു മുഅ്മിനായ മനുഷ്യന് എങ്ങനെ ജീവിതം, അവന്റെ ദൈനംദിന ജീവിതം കൊണ്ടുപോകണം, എങ്ങനെ അവന്റെ കുടുംബ ജീവിതം കൊണ്ടുപോകണം, ഏ രീതിയിൽ കൊണ്ടുപോയാൽ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കാരണമാകും. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇവിടെ ഖുർആനും ഹദീസും ബേസ് ചെയ്തിട്ടാ ചർച്ച. അല്ലാതൊരു വർത്താനം ഇല്ല. വെറുതെ ഒരു കളിതമാശ പറയുന്ന മജ്ലിസ് അല്ല ഇത്. ആത്മീയമായ മജ്ലിസാണ്. വെറുതെ പാട്ടുപാടി സൊറ പറഞ്ഞു പോകുന്ന മജ്ലിസല്ല. ദിക്റും ഖുർആനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊടുക്കണം. ഖുർആൻ ഹദീസ് വെച്ചിട്ടുള്ള സംസാരമാണ്, അല്ലാതെ ഒന്നുമില്ലല്ലോ ഇവിടെ. ശ്രദ്ധിക്കുക നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ വല്ലാത്ത ആനന്ദമായി. ഒരു ഭാര്യയ്ക്ക് വലിയ ഇഷ്ടം തോന്നാണ് ഭർത്താവിനോട്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചിരിച്ചു. നബി ചോദിച്ചു, എന്തിനാ ചിരിച്ചത്? ഞാൻ ദുആയിരുന്നിട്ടാണോ? നബിയേ, തങ്ങൾ ദുആയിരുന്നിട്ട് തന്നെയാണ്, എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ നബി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താ? അദൃശ്യത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ദുആയിരുക്കുമ്പോ അവർക്ക് ഗുണം ലഭിക്കുക എന്നുള്ളതാണ്, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുക എന്നുള്ളതാണ്, ഇല്ലേ? അപ്പൊ നബി പറയാം, ഇതിപ്പോ നേരെ അദൃശ്യത്തിലല്ല, ഒരുമിച്ചിരിക്കാൻ ആയിഷ ബീവിയുടെ മുന്നിൽ വെച്ചിട്ടാണ് നബി ദുആ. എനിക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞപ്പോ ആയിഷ ബീവിക്ക് നബി ദ്വാരുന്നതാണ്. അപ്പൊ നബി പറയാൻ, നിനക്കറിയണോ, ഞാൻ എല്ലാ ദിവസവും എന്റെ എല്ലാ നമസ്കാരത്തിലും, ഫർളായ നമസ്കാരം എന്ന് പറഞ്ഞില്ല, എല്ലാ നമസ്കാരത്തിലും ഞാൻ ദുആ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആരെന്നറിയുമോ? എന്റെ ഉമ്മത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇഖ്ലാസ് വെച്ചുകൊണ്ട് ഞങ്ങൾ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുണ്ട്, ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോൾ അതിൽ ഉൾപ്പെടുത്തുന്ന വിഭാഗങ്ങളിൽ പാപികളും ദോഷികളുമായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യമായി, ഇന്നഹാ ലദുആഇ ലിഉമ്മതി ഫീ കുല്ലി സ്വലാത്തിൻ. എല്ലാ നമസ്കാരത്തിലും
എല്ലാ നമസ്കാരത്തിലും എന്റെ ഉമ്മത്തിന് വേണ്ടി, എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുള്ള പ്രാർത്ഥനയാണിതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആയിഷ, ഞാൻ ഇപ്പോൾ ഈ ദുആ ചെയ്തില്ലേ, മുൻപിൻ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ആയിഷയ്ക്ക് നീ പൊറുക്കണേ അല്ലാ എന്നുള്ള ഇതേ പ്രാർത്ഥന തന്നെ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യലുള്ളതാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മത്തി, അല്ലാഹു എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവർ മുമ്പ് ചെയ്തതും അവർ പിന്നീട് ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ വലുതും ചെറുതുമാകുന്ന സർവ്വവിധ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ എന്നുള്ള പ്രാർത്ഥന എന്റെ എല്ലാ നമസ്കാരത്തിലും അവർക്ക് വേണ്ടിയുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ് അദൃശ്യത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി, ലോകത്ത് വരുന്നവരും വരാനിരിക്കുന്നതുമാകുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി റസൂൽ ദുആ ചെയ്തെങ്കിൽ ആ പ്രാർത്ഥനയുടെ വ്യാപ്തി എത്രയാണ് പ്രിയപ്പെട്ട മുസ്ലിമേ. ആ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നാൽ അവന് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ അദൃശ്യത്തിൽ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്. ആരാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്ത് മദീനയിലേക്ക് പോകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വേണം നമ്മൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ഒരു കൂട്ടം ആളുകൾ അവരിതാ പിന്നീട് വരുന്നതാകുന്ന മുഅ്മിനീങ്ങളാണ്. അവർ ദുആ ചെയ്യും. അവർ യഥാർത്ഥതാകുന്ന റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരാണ്. അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകളെ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അവർ റബ്ബിനോട് ദുആ ചെയ്യും, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാ. വലിഖവാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളിൽ നിന്ന് വിശ്വാസം കൈമുതലാക്കി അമൽ ചെയ്തുകൊണ്ട് മുമ്പേ ജീവിച്ചു പോകുന്നതാകുന്ന സച്ചരിതർ, സ്വഹാബത്തെ കറാം, അംബിയ, മുർസലീങ്ങൾ, താബിഈകൾ, ഞങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയതാകുന്ന മഹാരഥന്മാര്, അത് ഞങ്ങളിത് മരണപ്പെട്ടു പോയ മാതാപിതാക്കളാകട്ടെ, കുടുംബാദികളാകട്ടെ, ബന്ധുക്കളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, മുഅ്മിനീങ്ങളാകട്ടെ, അവർക്കെല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ നാഥാ എന്ന് ദുആ ചെയ്യുന്നതാകുന്ന മുഅ്മിനീങ്ങൾ ഇനി കടന്നു വരും. അവർ തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അഥവാ അദൃശ്യത്തിലുള്ള ആളുകൾക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ആളുകളാണല്ലോ, ഇപ്പൊ ഇല്ല, ദൃശ്യതയിലില്ല, ഇപ്പൊ സമൂഹത്തിലില്ല. ആ മരണപ്പെട്ടു പോയ മുൻഗാമികൾക്ക് വേണ്ടി വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളിൽ നിന്ന് വിശ്വാസത്തിൽ മുൻകടന്നു പോയതാകുന്ന സച്ചരിതരാകുന്ന മഹാരഥന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥാ എന്ന് ദുആ ചെയ്യുന്നതാകുന്ന വിശ്വാസി സമൂഹം ഇനി കടന്നു വരുമെന്ന വിശുദ്ധമായ ഖുർആൻ. അവരാണ് റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരെന്നും സൂറത്തുൽ ഫുർഖാൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഉൾപ്പെടണം. മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. ദുആ ചെയ്താൽ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അതിൽ ഉൾപ്പെട്ടു. അതിലെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅയ്ക്ക് നമ്മൾ പോകുമ്പോൾ പള്ളിയിലെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഇമാം രണ്ടാമത്തെ ഖുതുബയ്ക്ക് ശേഷം അവസാനത്തിൽ ദുആ ഇറക്കും. എന്ത്? അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ ലോകത്തുള്ള സർവ്വവിശ്വാസി വിശ്വാസിനികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ദുആ ഇറക്കേണ്ടതാണ്. ഇതെല്ലാ പ്രവാചകന്മാരുടെയും ദുആണ്. റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ.
ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം നിരന്തരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിലകൊണ്ട വ്യക്തിത്വമാണ്. വളരെ ചുരുങ്ങിയ ആളുകളെ, അങ്കുലി പരിമിതമായ ആളുകളെ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നവരുള്ളൂ. അവരെ എല്ലാവരെയും കപ്പലിൽ കയറ്റിയിട്ട് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയാണ്, റബ്ബി ഗഫിർലി വലിവാലിദയ്യ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. തീർന്നില്ല, വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, എന്നോടൊപ്പം കപ്പലിലേക്ക് കയറിയതാകുന്ന വിശ്വസിച്ചതാകുന്ന ഈ സമൂഹം അവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ലോകത്തുള്ളതാകുന്ന സർവ്വ വിശ്വാസിനികൾ അവരിപ്പോൾ എന്നോടൊപ്പമില്ല. അത് കഴിഞ്ഞുപോയ വിഭാഗങ്ങളുണ്ട്, വരാനിരിക്കുന്നതാകുന്ന ജനകോടികളുണ്ട്. ആദ്യമായി ശരീഅത്ത് കൊണ്ട് അയക്കപ്പെട്ടതാകുന്ന പ്രവാചകനല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇനി വരാനിരിക്കുന്ന ജനകോടികൾ ശരീഅത്തനുസരിച്ചുകൊണ്ട് മതബോധത്തിലേക്ക്, മതനിഷ്ഠയിലേക്ക്, കർമ്മനിഷ്ഠയിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളാകുന്ന സർവ്വ സഹോദരിമാർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇനി വരാനിരിക്കുന്നതായ ജനകോടികൾ അവരെ ഞാൻ കണ്ടിട്ടില്ല, അവരുടെ അദൃശ്യതയിൽ വെച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആര് ദുആ ചെയ്തു? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. എവിടെയുണ്ട്? സൂറത്തു നൂഹിന്റെ അവസാന ഭാഗമുണ്ട്. അപ്പൊ ഖുർആൻ ഇങ്ങനെ നോക്കിയാൽ ഒരുപാടുണ്ട്. റബ്ബന ഗഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അടുത്ത പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കൽ നൽകണേ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മുഅ്മിനീങ്ങൾക്ക് നാളെ മഹ്ശറയിൽ വലിയ ഹിസാബ് നേരിടുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാ. ഇങ്ങനെ ഖുർആൻ ഉടനീളം കാണാം. അപ്പൊ അദൃശ്യത്തിലുള്ളതാകുന്ന ആളുകൾക്ക് ദുആ ഇറക്കാന്ന് പറഞ്ഞ വലിയ ഫലമാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, മക്കൾക്ക് വേണ്ടിയുള്ള ദുആ ഭയങ്കര ദുആയാണ്. നമ്മൾ മനസ്സിലാക്കണം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നതിനോളം ഒരു ദുആവും അല്ലാഹു കബൂലിയത്ത് തരൂല. വലിയ സ്വീകാര്യത ഉള്ളതാണ്. ഇത് ഉമ്മമാര് മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന വലിയ സ്വീകാര്യതയാണ്. വാപ്പമാര് മനസ്സിലാക്കണം, ഇത് മക്കളെ ശപിച്ചിട്ട് റൂമിൽ കയറിയിരിക്കുകയാണ്. മക്കളെ ശപിച്ചുകൊണ്ട് നിലകൊള്ളാൻ പാടില്ല, അവരെ ചീത്ത വിളിച്ചുകൊണ്ട് നിലകൊള്ളാൻ പാടില്ല, അവർക്ക് മോശപ്പെട്ടതാകുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളാൻ പാടില്ല. ഒരുപാട് ആളുകൾ ആ നിലയിൽ നിലകൊള്ളുന്നവരുണ്ട്. മക്കളെ ശപിക്കാൻ, നീ മുടിഞ്ഞു പോവടാ, ഉമ്മ പറയുന്ന വാക്കാണ്, നീ നശിച്ചു പോവടാ, ഒരു മാസത്തെ ചെലവെടുത്തില്ല, നീ ഇക്കാലത്തും ഗുണം പിടിക്കത്തില്ലടാ, നീ ഒരു കാലത്ത് എനിക്കൊന്നും തന്നെ തന്നിട്ടില്ലടാ, ഈ വർത്തമാനം ഒരിക്കലും പറയാൻ പാടില്ല. ശാപവാക്ക് വലുതായിട്ട് ഭരിക്കുമെന്നാണ്. മക്കളുടെ നന്മയെ കരുതിക്കൊണ്ട് എപ്പോഴും അവർക്ക് വേണ്ടി നന്മയാർന്ന പ്രാർത്ഥന ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണം മാതാപിതാക്കൾ. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ദുആയിരുന്നാൽ മക്കൾ വലിയതായി ഉയരും, ആത്മീയതയിൽ ഉയരും, അവരുടെ ജീവിതത്തിൽ ആത്മീയത ഉണ്ടാകും, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി കിട്ടും, ദുനിയാവിലും ആഖിറത്തിലും വലിയ സമുന്നതമാകുന്ന നേതൃത്വം വഹിക്കാൻ കാരണക്കാരാകും. മാതാപിതാക്കളുടെ പ്രാർത്ഥന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ദിവസങ്ങളോളം പറയേണ്ട വിഷയമാണ്. ഇപ്പൊ ഇത് തന്നെ തീർന്നിട്ടില്ല, ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചുരുക്കി പറയാൻ, ഞാൻ ആ ദുആ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഭാഗം മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കാം. ഏതാണത് കേട്ടോ? അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വഹാബിവര്യനാണ്, അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ, മുഅ്മിനായ ഒരു അടിമയില്ല, ഒരു ദാസനില്ല, യദ്ഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി, അദൃശ്യതയിലുള്ളതാകുന്ന തന്റെ സഹോദരന് വേണ്ടി അവനെ പ്രാർത്ഥിച്ചാൽ, ഇല്ലാ ഖാലൽ മലകൂ, മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, വലക ബിമിസ്ലിൻ, അല്ലയോ പ്രാർത്ഥിക്കുന്നവനെ, നിനക്കും അല്ലാഹു അതുപോലെ തന്നെ തത്തുല്യമായത് നൽകട്ടെ.
അല്ലാഹുവേ എൻ്റെ സഹോദരന്, ഗൾഫിലുള്ള സഹോദരന് നീ പൊറുക്കണേ അല്ലാ എന്ന സഹോദര നീ ദുആ ചെയ്താൽ ഉടനെ ഒരു മലക്ക് നിന്നോട് പറയുകയാണ് വലക ബിമിസ്ലിൻ, അല്ലാഹു നിനക്കും പുറത്തു തരട്ടെ. അല്ലാഹുവേ എൻ്റെ സഹോദരന് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, കോവിഡ് മാറ്റി കൊടുക്കണേ അല്ലാ, അവന് നല്ല വീട് കൊടുക്കണേ അല്ലാ, അവന് ഖൈറായ പശ്ചാത്തലം കൊടുക്കണേ അല്ലാ, അവന്റെ രോഗങ്ങൾ ശമനം കൊടുക്കണേ അല്ലാ, അവന്റെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അവൻ വീടിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള സാമ്പത്തിക ഭദ്രത നീ നൽകണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ, അവന്റെ കുടുംബജീവിതം ഖൈറിലാക്കണേ അല്ലാ, അവന്റെ മക്കൾക്ക് ക്യാൻസറാണ് നീ ശിവപ്പെടുത്തണേ അല്ലാ. മുഅ്മിനേ നീ ദുആ ചെയ്താൽ, പെങ്ങളെ നീ പ്രാർത്ഥിച്ചാൽ മലക്ക് വന്നുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വലക ബിമിസ്ലിൻ, നിന്റെ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാകട്ടെ, നിന്റെ മക്കൾക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു ശമനം തരട്ടെ, കോവിഡിന്റെ എല്ലാ സിംറ്റംസുകൾ അല്ലാഹു മാറ്റി മനസ്സിന് സമാധാനത്തിന്റെ ശാദ്വല തീരം തീർക്കട്ടെ, ദുഃഖങ്ങളെല്ലാം മാറ്റട്ടെ, പ്രയാസങ്ങളെല്ലാം നീക്കട്ടെ, ദാരിദ്ര്യമെല്ലാം നിർമ്മാർജ്ജനം ചെയ്യട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും നീ നിന്റെ സഹോദരന് വേണ്ടി അദൃശ്യതയിൽ ചോദിച്ചതാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു നിനക്കും തരട്ടെ എന്ന് മലക്കുകൾ നിനക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബഹുമാനപ്പെട്ട അബൂ ശൈബ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അബൂ ശൈബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഫ്ളലു ദുആഇ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ദഅവതു ഗായിബിൻ ലിഗായിബിൻ, ഒരു സഹോദരൻ അവന്റെ അദൃശ്യതയിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. മറ്റൊരാൾക്ക് വേണ്ടി അവന്റെ അദൃശ്യതയിൽ ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷ വെക്കരുത്. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചെയ്താൽ നീ ചോദിക്കുന്നതാകുന്ന പ്രാർത്ഥനയ്ക്ക് കൂടി അല്ലാഹു ഉത്തരം തരും. നീ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ചോദിക്കും, അല്ലാഹു എൻ്റെ സഹോദരന് കോവിഡ് ബാധിച്ച് കിടക്കുന്ന സഹോദരന് വേണ്ടി ദ്വാരക്കാൻ, അല്ലാഹു എൻ്റെ സഹോദരന്റെ രോഗം നീ ശമനം വരുത്തണേ എന്നൊരു സഹോദരി ദ്വാരക്കാൻ. എന്നിട്ട് അതിനുശേഷം നീ ദ്വാരക്ക, അല്ലാഹു എൻ്റെ ജീവിതത്തിൽ ഖൈർ തരണേ, സാമ്പത്തിക ഭദ്രത തരണേ, മക്കളെ സ്വാലിഹാക്കണേ, കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരണേ, നാഫിയ ഇൽമ തരണേ, എൻ്റെ എല്ലാ ദുഃഖങ്ങളും നീ മാറ്റിത്തരണേ, കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ എന്നൊക്കെ നീ ദുആ. എന്നാൽ ആ ദുആഇന് കൂടി ഉത്തരം നീ ആ സഹോദരന് ദുആ ചെയ്തതിന്റെ കാരണത്താൽ കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്, കണ്ടോ? അതുകൊണ്ട് തന്നെ സഹോദരന് വേണ്ടി അദൃശ്യത്തിലുള്ളതാകുന്ന വ്യക്തികൾക്ക് വേണ്ടി ദുആരക്കൽ വലിയ കൂലിയാണ്. ഇപ്പൊ ഈ റൂഹ ബയാൻ കുടുംബങ്ങൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആരക്ക, ഞാൻ നിങ്ങൾക്കും ദുആരക്കും. ഇൻഷാ അല്ലാഹ് എന്താ ചെയ്തുകൂടെ? നമ്മുടെ റൂഹ ബയാൻ കുടുംബങ്ങളിൽ ഉള്ളതാകുന്ന മുഴുവൻ ആളുകളും അങ്ങനെ ഒരു ആത്മീയത കൊണ്ടുവരും, ഒരു ചുവടുവെപ്പ്, പുതുതായിട്ടുള്ള ഒരു ചുവടുവെപ്പ് കൊണ്ടുവരും. അല്ലാഹു ഞങ്ങളുടെ റൂഹ ബയാൻ കുടുംബങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അവരുടെ വിഷമങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാ. അങ്ങനെ ദുആ ഇരിക്കുമ്പോൾ എന്താണ്? പരസ്പര സ്നേഹ സൗഹാർദ്ദങ്ങൾ ഉണ്ടാകും, നമ്മളുടെ ഈ കൂട്ടായ്മ നിലനിൽക്കും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. നമ്മൾ എന്ത് നന്മ ചോദിക്കുന്നോ അത് തീർച്ചയായിട്ടും പടച്ച റബ്ബ് സ്വീകരിക്കും, നമ്മുടെ പ്രാർത്ഥന കൂടി സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്തുകൂടെ? അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വകാന ബഅദു സലഫി, മുൻഗാമികളിൽപ്പെട്ടതാകുന്ന ചിലരുടെ പ്രവർത്തനമായിരുന്നു, ഇദാ അറാദ അയ്യദഉ ലിനഫ്സിഹി, സ്വന്തം കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അവർ ഉദ്ദേശിച്ചാൽ, യദ്ഉ ലി അഖീഹിൽ മുസ്ലിമി ബിതിൽക ദഅവ, ഏതൊരു കാര്യമാണോ സ്വന്തത്തിന് വേണ്ടി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു എനിക്ക് ഖൈറായ ജോലി തരണേ എന്നുള്ള ചോദ്യമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവന്റെ സഹോദരന് ഖൈറായ ജോലി കൊടുക്കണേ എന്നുകൂടി അവൻ ചോദിക്കും. അങ്ങനെ ചോദിക്കും. അതെന്താ ഇങ്ങനെ ചോദിക്കാൻ സാധിക്കാന്ന് പറയുന്നത്? നല്ല മനസ്സുള്ളവർക്കേ സാധിക്കുള്ളൂ. കുടുംബത്തിൽ ആർക്കെങ്കിലും കോവിഡ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അവനത് കൊടുക്കണം, പടച്ച റബ്ബേ അവന് വേണ്ടായിരുന്നു കേട്ടോ ഉസ്താദ്, അവൻ ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തിയ ഉസ്താദെ, ഒരുപാട് കഷ്ടപ്പെടുത്തിയതാ, എന്നെ ദുഃഖിപ്പിച്ചവനാണ്, അതുകൊണ്ട് അവൻ നശിക്കണം എന്നുള്ള ചിന്ത നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സ് കൊള്ളൂല. കുഷ്ഠരോഗത്തിന്റെ മനസ്സാണ്. നിന്റെ മനസ്സ് ചികിത്സിക്കണം. നിന്റെ മനസ്സിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ആത്മീയതയുടെ ലോകത്തേക്ക്. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ വലിയാകണോ, എനിക്ക് ഇപ്പൊ തന്നെ വലിയാകണം. അതാ ഓരോരുത്തരുടെ അവസ്ഥ.
ഫാത്തിഹ ഓതാൻ അറിയാൻ മേല, വലിയായാൽ മതി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു അമല് പോലും ഇല്ല, നിസ്കാരമില്ല, നോമ്പുമില്ല, ഇബാദത്തുമില്ല, ഒന്നുമില്ല, വലിയാകാൻ മതി, അങ്ങനെ നടക്കാൻ. എടാ, ജീവിതത്തിൽ പറയുന്ന അമലുകൾ ചെയ്യും. ഈ ലാ ഹൗല എന്ന ലേഹ്യം നീ കൃത്യമായിട്ട് കഴിക്കും. ഒരു ദിവസം കഴിച്ചാൽ പോരാ, ഒരു ദിവസം കൊണ്ടൊന്നും പ്രശ്നങ്ങൾ അറുതി വരൂല. പക്ഷെ അറുതി വന്നവരുടെ ഉണ്ട്, ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. പക്ഷെ ഇഖ്ലാസ് നിയ്യത്ത് വെച്ചുകൊണ്ട് നിന്റെ നിയ്യത്തിൻ്റെതാകുന്ന ഖദർ വെച്ച്, നിന്റെ മനസ്സിൻ്റെതാകുന്ന നന്മ വെച്ചിട്ട് പടച്ച റബ്ബ് അതിന് കൂലി തരും. ദിവസങ്ങളോളം ചിലപ്പോൾ നീ ചെയ്യേണ്ടി വരും. പടച്ച റബ്ബ് നിന്നെ പരീക്ഷിക്കാൻ. നിന്റെ മനസ്സിൽ നന്മ ഉണ്ടാവണം. മുൻഗാമികളാകുന്ന ആളുകൾ എന്തെങ്കിലും നന്മ സ്വന്തം കാര്യത്തിന് വേണ്ടി ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നാൽ വക്കാന ബഅദു സലഫി, മുൻഗാമികളിൽ പെട്ടതാകുന്ന ആളുകളുടെ പ്രവർത്തനമായിരുന്നു ഇദാ അറാദ അൻ യദഉ ലിനഫ്സി, സ്വന്തം കാര്യത്തിന് എന്തെങ്കിലും നന്മ ചോദിക്കാൻ ഉദ്ദേശിച്ചാൽ യദഉ ലി അഖീഹിൽ മുസ്ലിമി ബിതിൽക ദഅവ, ആ നന്മ കൊണ്ട് മറ്റൊരു സഹോദരനോട് ആദ്യം ചോദിക്കും. മോമിനായ ഒരു സഹോദരൻ, അല്ലാഹുവേ എൻ്റെ അയൽവാസിയായ ഇന്ന സഹോദരന് അവന് നീ നല്ല വാഹനം കൊടുക്കണേ റബ്ബേ എന്ന് ആദ്യം ചോദിച്ചിട്ട് പറയും, പടച്ച റബ്ബേ എനിക്ക് ഹൈറായ വാഹനം തരണേ അല്ലാഹ് എന്ന് ചോദിക്കും. അങ്ങനെയാണ് സാലിഹീങ്ങളുടെ ചോദ്യം, മുൻഗാമികളുടെ. അതുകൊണ്ട് എന്താ കിട്ടുക? ലിഅന്നഹാ തുസ്തജാബു വയഹ്സുലു ലഹു മിസ്ലുഹാ, അത് കാരണമായിട്ട് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അവന് തീർച്ചയായിട്ടും എന്ത് കാര്യമാണോ നീ ചോദിച്ചത് അതേപോലത്തെ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ലഭിക്കും, അത് കൊടുക്കുമായിരുന്നു എന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹ് മുസ്ലിമിൽ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസിന്റെ ഗ്രന്ഥമാകുന്ന ആ ഗ്രന്ഥത്തിന്റെ ശറഹിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്താൻ